ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ അസോളയെക്കുറിച്ചുള്ളതായ ഒരു വീഡിയോ ആണ്. അപ്പം പല വീഡിയോയിലും നമ്മൾ അസോളയെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അസോള സെപ്പറേറ്റ് തന്നെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടും മനസ്സിലാകാത്ത കുറേ പേരുണ്ട് എന്താണ് ഈ അസോള എന്ന് ഓരോ വീഡിയോയിലും വന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ എന്ന ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഫേസ്ബുക്കിൽ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പം അസോള നമ്മളെ കാണിച്ചപ്പോഴിനി അസോള എവിടെ കിട്ടും, അതെങ്ങനെയാണ് വളർത്തുന്നത്, അതെങ്ങനെയാണ് ഇരിക്കുന്നത്, അങ്ങനെ പല ഡൗട്ടുകളായിരുന്നു. അപ്പോൾ അസോള ആവശ്യമുള്ളവർ നമ്മുടെ വെബ്സൈറ്റായ minisslifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇനി നമുക്ക് അസോള എന്താണെന്നും അതെങ്ങനെയാണ് വളർത്തുന്നതെന്നും കൂടെ നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് പാത്രങ്ങളിനകത്ത് അസോള ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരികയാണ്. ഇപ്പോൾ വലിയ ബേസനുണ്ട്, നമ്മുടെ ചെടിച്ചട്ടിയുടെ പോട്ടുണ്ട്, വെള്ള പോട്ടുകൾ, അതേപോലെ തന്നെ എന്താണ് നമ്മുടെ പഴയ മീൻചട്ടി വരെ ഞാനിങ്ങനെ വളർത്തിക്കൊണ്ട് വരികയാണ്. അപ്പോൾ നിസ്സാരമായിട്ട് നമുക്കിതിനെ വളർത്താവുന്നതേ ഉള്ളൂ. കുറേ പേര് നമ്മുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിയിട്ടുണ്ട്. കുറേ ഓർഡറാണ് വരുന്നത് കേട്ടോ, ദിവസവും ഇതിൻ്റെ ഓർഡർ വരും. ഇതാണ് അസോള എന്ന് പറയുന്നത്. ഇതൊരു പായൽ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയെന്ന് വേണമെങ്കിൽ പറയാം. ഇത് പായൽ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇത് നമ്മൾ ദാണ്ട് സ്വല്പം ഇങ്ങനെ കയ്യിലെടുത്താൽ ദാണ്ട് പാത്രത്തിൽ ഇട്ട് ഞാൻ കാണിക്കാം. ദാണ്ട് ഇങ്ങനെ ഇരിക്കും, ഒട്ടും വെയിറ്റും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. ഇത് നമ്മുടെ കോഴിക്ക്, അതുപോലെ മീൻ വളർത്തുന്നവർക്ക്, അതുപോലെ പശുക്കളെ വളർത്തുന്നവർക്ക് എല്ലാം ഇത് ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് ഇത് നൈട്രജൻ വലിച്ചെടുത്ത് അതിന് ജീവിക്കാനുള്ള, വളരാനുള്ള ശക്തി ഇതിനുണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് വളമൊന്നും ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്. എന്നാലും നമ്മുടെ മനസ്സമാധാനത്തിന് എന്തെങ്കിലും ഒരു വളം നമ്മൾ വെള്ളത്തിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ദിവസമായതേ ഉള്ളൂ കേട്ടോ. നല്ലതുപോലെ ആർത്തി പൂണ്ടങ്ങ് വളർന്നു വരും. ഇപ്പോൾ ഏതൊരു പാത്രത്തിലാണോ നമ്മൾ വയ്ക്കുന്നത് അതിനനുസരിച്ച് ഇഷ്ടംപോലെ വളർന്നു വരും. ഇത് വളരുന്നതനുസരിച്ച് ചിലപ്പോൾ ഇങ്ങനെ കൂന കൂടി വരും കേട്ടോ. ആ ഭാഗത്ത് നമ്മൾ നുള്ളി എടുത്തിട്ട് അടുത്ത പാത്രത്തിനകത്തോട്ട് നടുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കൊന്ന് നടുന്നതും കൂടെ കാണിക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ സ്വല്പം ചാണകം അടുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇച്ചിരി സൂപ്പർമീൻ ഇട്ട് കൊടുത്താൽ മാറ്റം വല്ലതും ഉണ്ടോ എന്ന് നോക്കാനായിട്ട് അതും കൂടെ ഒരു നുള്ളു വീതം കേട്ടോ. ഒരുപാടൊന്നും ഇട്ട് കൊടുക്കരുത്. ഇട്ട് കൊടുത്തപ്പോൾ കുറച്ചുകൂടെ നല്ല പച്ചപ്പായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു കാലിപ്പാത്രം എടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണോ ഉള്ളത്, ചോരുന്ന ആയിരിക്കരുതെന്നേ ഉള്ളൂ. അപ്പോൾ ആ പാത്രത്തിനകത്തോട്ട് വെള്ളം എടുക്കാം. അപ്പം പലരും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അത് എങ്ങനെ നടണം എന്നറിയാത്തവരുണ്ട്. അപ്പം പിന്നെയും ഞാൻ കുറേ പ്രാവശ്യം ഇത് കാണിച്ചതാണ്. അറിയാത്തവർക്ക് വേണ്ടിയാണ് വീണ്ടും കാണിക്കുന്നത്. അപ്പോൾ എത്രയെങ്കിലും വെള്ളം എടുക്കുക. അതിനകത്തോട്ടാണ് ഒരു സ്വല്പം ചാണകം അങ്ങോട്ട് ഉരുട്ടിയിട്ടിരുന്നത്. അതായത് പെയ്യെ കൊണ്ട് അലിഞ്ഞങ്ങ് ഇതായിക്കോളും. അപ്പോൾ നമ്മൾ നട്ടുവെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ബേസിനകത്തു നിന്ന് കുറച്ച് അസോള എങ്ങനെ എടുക്കുക, എന്നിട്ട് നമ്മുടെ പുതിയ പാത്രത്തിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അതിന് ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ഇഷ്ടം പോലെ അങ്ങ് ആയിക്കോളും. പിന്നെ നമ്മളൊരു 2 ആഴ്ചയെങ്കിലും ആകുമ്പോൾ നമ്മുടെ ഈ പഴയ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ, ഓരോരോ പാത്രത്തിൽ നമ്മൾ കോഴിക്കോ കാലിക്കോ മീനിനോ കൊടുത്തതിന് ശേഷം ആ പാത്രത്തിലുള്ള വെള്ളം നമ്മൾ മാറ്റിയിട്ട് പുതിയ വെള്ളം ആക്കുകയെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നന്നായിരിക്കും. അല്ലെങ്കിൽ ആ വെള്ളം അങ്ങ് ഒരുപാട് നിറം മാറിയൊക്കെ ഇരിക്കും. പിന്നെയെന്ന് വെച്ചാൽ ഇതിനകത്ത് കൂത്താടിയൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണും. അപ്പോൾ അതിനകത്ത് നമ്മൾ 1-2 ഫിഷിനെയൊക്കെ ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റിനും ഗപ്പിയൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കൂത്താടിയൊന്നും പെരുക്കാതെ, നമ്മുടെ കൊതുകൊന്നും പെരുക്കാതെ നമുക്ക് കഴിഞ്ഞു കൂടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്തോട്ട് ഇത്രയും ഞാൻ സൂപ്പർ മീൽ എടുത്തിട്ടുണ്ട്. ഒരു 2-3 പാത്രത്തിനകത്തോട്ട് നമുക്ക് ഇത്രയും മതി ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് പെയിൻറ്റ് പാത്രമാണ് കണ്ടോ, അതിനകത്തും നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. അതിൻ്റെ ഒരു സ്വല്പം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പെയിൻറ്റിൻ്റെയൊക്കെ ബക്കറ്റാണ് ഇരിക്കുന്നത്. ഇത് കണ്ടോ, പഴയ മീൻചട്ടിയാണ്. എനിക്ക് വേറെ ഒരു പാത്രവും കിട്ടിയില്ലൊന്നും ചോദിക്കരുത്. അപ്പോൾ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തേക്കാം. അതവിടെ കിടന്നങ്ങ് വളർന്നോളും. അപ്പോൾ ഇത് കോഴിക്ക് കൊടുക്കുന്ന രീതിയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണാത്തവർ നമ്മുടെ കോഴി വളർത്തൽ വീഡിയോ നോക്കാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പുതിയ വീഡിയോയ്ക്കകത്തെല്ലാം അതിനകത്ത് ഞാൻ അസോള എങ്ങനെ കൊടുക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈസിയായിട്ട് വളർത്താവുന്നത് കൊണ്ട് ആർക്ക് വേണമെങ്കിലും വളർത്താം. പിന്നെയെന്ന് വെച്ചാൽ ഇത് വളർത്താനായിട്ട് വലിയ ടാങ്കുകളൊക്കെ നമ്മൾ ചുടുകട്ടയൊക്കെ വെച്ചിട്ട് വലിയൊരു ടാങ്ക് രൂപത്തിലൊക്കെ കെട്ടാമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈസിയായിട്ട് വളർത്താം. അതുകൂടാതെ തന്നെ പിന്നെ ഒരു നല്ലൊരു സ്ക്വയർ മാതിരി ഒരു കുഴി എടുക്കുക, അല്ലെങ്കിൽ റൗണ്ടായിട്ടൊരു കുഴി എടുക്കുക ചെയ്തിട്ട് അതിനകത്ത് ടാർപോളിനൊക്കെ വലിച്ച് കെട്ടി ഇടാമെന്നുണ്ടെങ്കിൽ 4 ചുറ്റും ഇഷ്ടിക എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഈസിയായിട്ട് ഇത് വളർത്തിയെടുക്കാം. പിന്നെ നമ്മുടെ കോഴികൾക്കൊക്കെ ഇത് കൊടുക്കുന്നത് കൊണ്ട് ഇത് പ്രോട്ടീൻ്റെ അളവ് കൂടുതലായി ഉള്ളത് കൊണ്ട് കോഴിയൊക്കെ നന്നായിട്ട് മുട്ടയിടാനൊക്കെ സഹായിക്കും. അപ്പം ഒരു നമ്മുടെ പഴയ പാത്രങ്ങളിൽ ഏതിനകത്തെങ്കിലും ഒരു 10 പാത്രത്തിനകത്തെങ്കിലും വളർത്താമെന്നുണ്ടെങ്കിൽ ഒരു 10-15 കോഴിയെ വളർത്തുന്നവർക്ക് ഈസി ആയിട്ട് തീറ്റയൊക്കെ കുറച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതേപോലെ
അസോള കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടച്ചിട്ട് വളർത്തുന്ന കോഴികൾക്കും തുറന്ന് വിടുന്ന കോഴികൾക്കും ഒക്കെ നല്ല ഒരു തീറ്റയാണ് ഈ അസോള എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അസോള കൃഷി ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അസോള എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യം തന്നെ അപ്പോൾ അസോള ആവശ്യമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റായ minis-lifestyle.com എന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.